തിരഞ്ഞെടുപ്പ് കാലത്ത് UDF പ്രഖ്യാപിച്ച സ്ത്രീകൾക്കായുള്ള പ്രിയദർശിനി KSRTC സൗജന്യ യാത്രയ്ക്ക് തുടക്കമായി. വടകരയിൽ നടന്ന ചടങ്ങിൽ വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത്. പുതിയ സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ നിരവധി സ്ത്രീകളാണ് പങ്കാളികളായത്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് സൗജന്യമായി KSRTCയിൽ യാത്ര ചെയ്യാമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ പ്രിയദർശിനി ശ്രീ സൗജന്യ യാത്രയാണ് പ്രാബല്യത്തിൽ വന്നത്. ഓർഡിനറി ബസ്സുകളിലാണ് നിലവിൽ സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. ഓർഡിനറി ബസ്സുകൾ തിരിച്ചറിയുന്നതിനായി ബസ്സുകളുടെ മുൻഭാഗത്തായി പ്രിയദർശിനി ശ്രീ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്. വടകരയിൽ നടന്ന ചടങ്ങ് വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ ഒട്ടേറെ തെരഞ്ഞെടുപ്പുകൾ കണ്ട ഒരു സംസ്ഥാനമാണ് കേരളം. ഒട്ടേറെ വാഗ്ദാനങ്ങൾ കേട്ട നാടാണ് നമ്മുടെ സംസ്ഥാനം. പക്ഷെ അതിനൊക്കെ തന്നെ വ്യത്യസ്തമായി എന്താണോ പറയുന്നത് ആ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു സർക്കാരാണ് കേരളത്തിൽ ഇന്ന് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ളത് എന്നുള്ളതിന് തെളിവായി ഇന്നത്തെ ദിവസം നമ്മുടെ മുമ്പിൽ. ഞാൻ കൂടുതലായി ഒന്നും പ്രസംഗിക്കുന്നില്ല. കാരണം ഇവിടെ സ്വാഗതം പറഞ്ഞ KSRTC ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ നമുക്കിത് വളരെ പെട്ടെന്ന് 9 മണിക്ക് തന്നെ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് സമയക്രമം പാലിക്കാതിരിക്കാൻ പറ്റും. നമുക്കറിയാം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറ്റി ഞാൻ ഏറെ പറയേണ്ട ആവശ്യമില്ല. നിലപാടുകൾ ശക്തമായി ആളുകളുടെ മുമ്പിൽ പറയാനും ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും കഴിവുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ എന്ന് എടുത്തു പറയേണ്ട കേരളത്തിലെ ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയത്. പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാവും. ആ മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് തെറ്റായി പോയില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന വാഗ്ദാനങ്ങളിലെ ഒരു വാഗ്ദാനമായ സ്ത്രീകൾക്കുള്ള KSRTCയിൽ സൗജന്യ യാത്ര പറയുന്നു. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നു. സൗജന്യ യാത്ര അനുവദിച്ച് ഇന്നത്തെ ദിവസം യാത്ര തിരിക്കുമ്പോൾ ചില ആളുകളൊന്നും ഇന്നത്തെ വേദിയിൽ നമുക്ക് കാണാനില്ല. പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാത്തത് കൊണ്ട് ഞങ്ങൾ വിട്ടുനിന്നു എന്നുള്ളതാണ്. ഇവരോടൊന്നും കൂടുതലായി ഇവരെ പറ്റി ഒന്നും പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. കാരണം ഒരു സർക്കാർ ഒരു തീരുമാനം പറയുന്നു, ആ തീരുമാനം നടപ്പിലാക്കുന്നു എന്ന് മാത്രമല്ല, സർക്കാർ വേറൊരു കാര്യവും കൂടി പറയുന്നുണ്ട്. ഈ തീരുമാനം വന്നത് ഓർഡിനറി ബസ്സിൽ തീരുമാനം വന്നതിന് ശേഷം ബാക്കി ഏതൊക്കെ മേഖലകളിൽ ബസ്സുകളിൽ ഈ യാത്രാ സൗജന്യമാക്കാനുള്ള തീരുമാനം സർക്കാർ എടുക്കും എന്ന് സർക്കാർ പറയുന്നുണ്ട്. സർക്കാർ പറഞ്ഞ വാക്കാണ്. കേരളം സംസ്ഥാന രൂപം കൊണ്ടതിനു ശേഷം നിരവധി സർക്കാരുകൾ മാറി മാറി ഭരിച്ചൊരു കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീകൾക്കുള്ള ഒരു സൗജന്യ യാത്ര ആദ്യമായാണ് ഈ സർക്കാർ കൊണ്ടുവരുന്നത്. അതിന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആളുകളും നെഞ്ചിലേറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സഫീറ ടീച്ചർ അധ്യക്ഷയായ ചടങ്ങിൽ ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് ഷജിന ആദ്യ ടിക്കറ്റ് സ്വീകരിച്ചു. ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതായി യാത്രക്കാർ പറഞ്ഞു. ഈ സൗജന്യ യാത്ര എല്ലാ സ്ത്രീകൾക്കും വളരെ സന്തോഷമുള്ളതാണ്. നമ്മുടെ പല ഭരണം മാറി മാറി വന്നിട്ടും ഇതുവരെ ഇങ്ങനെയൊരു സ്ത്രീകൾക്കായിട്ട് സൗജന്യ യാത്ര ആരും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്കായിട്ട് ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭരണം കൊണ്ടുവരും. അപ്പോൾ ഒരു ദിവസം നല്ലത് ചെയ്ത ഞങ്ങളുടെ UDF ഭരണത്തിന് ജയ് ഹിന്ദ്. ഈ പദ്ധതിയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്ന് KSRTC ജീവനക്കാരും പറയുന്നു. യാത്രക്കാരിൽ നിന്നും പദ്ധതി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ലഭിച്ചതെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഇത് പ്രിയദർശിനി പോലെയുള്ളൊരു പരിപാടി വളരെ സന്തോഷമുള്ള തന്നെയാണ്. നമ്മളെ സാധാരണക്കാരായ വളരെ ശമ്പളം കുറഞ്ഞ സ്ത്രീകൾക്ക് ഇതുപോലെയുള്ളൊരു പരിപാടി വളരെ ഉപകാരപ്രദമാണ്. നമുക്ക് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്.
ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ KSRTC ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും KSRTC ഉണ്ടാവും. പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളുടെ ഇടയിലും വളരെ നല്ല ഒരു മനോഭാവമാണ്. ഈ പരിപാടി തുടങ്ങുന്നത് ആ ഒരു വാർത്ത വന്നതോടുകൂടി പൊതുജനങ്ങൾ ഒന്നാകെ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് എപ്പോൾ തുടങ്ങുമെന്ന്. ഞങ്ങൾക്കും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. പിന്നെ KSRTCനെ കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള ഒരു അവമതിപ്പൊക്കെ മാറി KSRTC എന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ പിന്നെ ഒരു ഇടം കണ്ടെത്തുന്ന ഒരു പരിപാടി തന്നെയാണ്. ഒരുപാട് സന്തോഷം. ചടങ്ങിൽ സതീശൻ കുരിയാടി, MC ഇബ്രാഹിം, അബ്ദുള്ള ഹാജി, ഷാജിദ, രാജു രാജൻ, PP ജാഫർ, അബ്ദുൽ കരീം, PP നൌഫൽ, രഞ്ജിത് കുമാർ, PK പ്രേമൻ, ലത്തീഫ് കല്ലറയിൽ, ഫൈസൽ, നിസാർ KT എന്നിവർ സംസാരിച്ചു. അബ്ദുള്ള സ്വാഗതവും പറഞ്ഞു. ഈ പദ്ധതി സ്ത്രീകൾക്കേറെ ആശ്വാസമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ത്രീകൾ സെൽഫി എടുത്തും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുമാണ് പരിപാടിയിൽ പങ്കാളികളായത്. സനിക ബാലഗോപാൽ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.